ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാജ്യത്തെ 11 കോടിയോളം കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ധനസഹായം ലഭിക്കുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാമത്തെ ഗഡു വിതരണം നാളെ പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിൽ 25 ലക്ഷത്തോളം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ ധനസഹായം എത്തും. വർഷത്തിൽ 4 മാസം കൂടുമ്പോൾ 2000 രൂപ വീതം 3 തവണയായി വർഷത്തിൽ 6000 രൂപ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് DBT സംവിധാനത്തിലൂടെ കൈമാറുന്ന പദ്ധതിയാണ്. നാളെ ജൂൺ 18 ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കാണ് പ്രധാനമന്ത്രി സ്വന്തം മണ്ഡലമായ UPയിലെ വാരണാസിയിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങിനിടെ ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ധനസഹായ വിതരണം നടത്തുന്നത്. 2019ലാണ് കർഷകർക്ക് ഒരു സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി നരേന്ദ്രമോദി സർക്കാർ തന്നെ ഈ പദ്ധതി രാജ്യത്ത് അവതരിപ്പിച്ചത്. ഇതുവരെയായി 3.24 ലക്ഷം കോടി രൂപ രാജ്യത്തെ 11 കോടിയോളം കർഷകർക്ക് നൽകി കഴിഞ്ഞു. യഥാർത്ഥ കർഷകർക്ക് തന്നെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിനായി EKYC, ലാൻഡ് വെരിഫിക്കേഷൻ, ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ ചില മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിൽ നടപ്പാക്കിയിരുന്നു. ഇതെല്ലാം പൂർത്തിയാക്കിയ 9.26 കോടി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 17ാമത് ഗഡുത്തുകയായ 2000 രൂപ വീതം നൽകുവാൻ കേന്ദ്ര സർക്കാർ 20,000 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. മൂന്നാമതും പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആദ്യമായി ഒപ്പിട്ട ഫയലും PM കിസാന്റെ 17ാമത് ഗഡു വിതരണത്തിൻ്റെതായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT സംവിധാനം വഴിയുള്ള ധനസഹായ വിതരണമാണ് PM കിസാൻ സമ്മാൻ നിധിയുടേത്.